ഹലോ. ഇന്ന് ഞങ്ങളൊരു പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയല്ലേ. അപ്പൊ സാധാരണ പണ്ടൊക്കെ നമ്മള് മഴ പെയ്യുമ്പോൾ കഴിക്കാൻ തോന്നുന്നതെന്ന് വെച്ചാൽ പരിപ്പോടിയും ചായയും ഒക്കെയാണ് കഴിക്കാൻ തോന്നുന്നത്. ഉഴുന്നുവട, പരിപ്പോട് അല്ലെങ്കിൽ വല്ല ബജി അങ്ങനെയുള്ള ചായയൊക്കെയാണ് കഴിക്കാൻ തോന്നുന്നത്. പക്ഷെ ടുട്ടു ഭക്ഷണം കഴിച്ച് ഒരു ഇതൊക്കെ ഒരു 2-3 വയസ്സായപ്പോഴേക്കും അവൻ്റെ ഒരു കോമ്പിനേഷൻ ഡിഫറെൻ്റ് ആണ്. അവൻ പറഞ്ഞു ചിക്കൻ ഫ്രൈയും കട്ടൻ ചായയും കൂടി വേണമെന്ന് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് അത്ര നല്ല കോമ്പിനേഷൻ ആയിട്ട് തോന്നിയില്ല. പക്ഷെ കഴിച്ചു നോക്കിയപ്പോഴാണ് ഭയങ്കര അടിപൊളി, ഒരു രക്ഷയില്ല, ഔട്ട്സ്റ്റാൻഡിങ് കോമ്പിനേഷനാണ്. അന്ന് തൊട്ട് കട്ടൻ ചായ കണ്ടാലും മഴ പെയ്താലും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ചിക്കൻ ഫ്രൈയും കട്ടൻ ചായയാണ്. അത് അവൻ കണ്ടുപിടിച്ച കോമ്പിനേഷനാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്നും മഴ പെയ്തപ്പോൾ ചിക്കനും മേടിച്ചു. അപ്പം ഞങ്ങൾ ചിക്കൻ ഫ്രൈയും കട്ടൻ ചായയായിട്ട് വൈകുന്നേരം നൈസായിട്ടൊന്ന് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ വന്നിരുന്നതാണ്. നോക്കൂ ഗൈസ്, ചിക്കൻ ഫ്രൈയും കട്ടൻ ചായയും. എല്ലാ ചിക്കൻ ഫ്രൈയും കൂടെ കട്ടൻ ചായ എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾ അമ്മച്ചിയുടെ ചിക്കൻ ഫ്രൈയുടെ കൂടെ കട്ടൻ ചായ അടിപൊളിയാണ്. നമ്മുടെ വീട്ടിൽ സ്ഥിരം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എപ്പോഴും വരുന്ന ആളുകൾക്കൊക്കെ അത്യാവശ്യം അറിയാവുന്ന ഒരു കോമ്പിനേഷനാണിത്. എല്ലാവരും സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമ്പിനേഷൻ. ഇന്നവരാരും മോശം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കതൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ ടുട്ടു ആണ് ഇതിന്റെ ഇൻവെന്റർ. പറയൂ ടുട്ടു, താങ്കളുടെ കോമ്പിനേഷനെ പറ്റി പറയൂ. ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഇതാണിത്. അപ്പൊ നമുക്ക് കഴിക്കാം. ഒന്ന് കഴിച്ചു നോക്കാം, എന്നിട്ട് എക്സ്പ്രഷൻ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ചിക്കൻ ഫ്രൈ എടുത്തിരിക്കുകയാണ് ടുട്ടു. ഇനി കട്ടൻ ചായയും കൂടി എടുക്കൂ ടുട്ടു. ഒരു സിപ്പ് എടുത്തിട്ട് താങ്കളുടെ എക്സ്പ്രഷൻ, ഒറിജിനൽ എക്സ്പ്രഷൻ അവരൊന്ന് കാണിച്ചു കൊടുക്കൂ. എന്താ ടേസ്റ്റ് ഗൈസ്, അടിപൊളിയാണ്. നമ്മുടെ അമ്മാമ്മയുടെ ചിക്കൻ ഫ്രൈയും കട്ടൻ ചായ ഒരു രക്ഷയില്ല. അതെ, ആരെങ്കിലും കഴിക്കണം എന്നുണ്ടാ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കാം. അമ്മമ്മയ്ക്കൊന്നും പറയാനില്ല അമ്മമ്മ? അടിപൊളിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വെറുതെ ചിക്കൻ വാങ്ങി കുറച്ചു നേരം ഒന്ന് തൈരിലിട്ട് വെച്ചിട്ട് വീണ്ടും ഒന്ന് വാഷ് ചെയ്തെടുത്ത് ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിയാണ് നല്ലത്, കളർ കിട്ടും. ഇത്തിരി ഗരം മസാലയും കുരുമുളക് പൊടിയും ഒക്കെ പുരട്ടി ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത് നേരെ അങ്ങ് പൊരിച്ചെടുക്കാം. ഒരു കഷണം ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ അതും കട്ടനും കൂട്ടി പിന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് വിവരം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പറ്റാത്തവർ നമ്മുടെ വീട്ടിലേക്ക് വരിക, നമ്മൾക്ക് ഇവിടെ ട്രൈ ചെയ്യാം. എനിക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഉള്ളവരൊക്കെ എൻ്റെ ഫ്രണ്ട്സും ഫാമിലി ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ. നിങ്ങൾ വീട്ടിലേക്ക് വരും, നമുക്ക് ട്രൈ ചെയ്യാം. അല്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യട്ടെ. ബൈ ബൈ. ചിക്കൻ ഫ്രൈ ഒന്നുകൂടെ കണ്ടിട്ട് നിങ്ങൾ ബൈ പറയാം. ബൈ ബൈ.